നിഷേധ മാർച്ച് സിന്ദാബാദ്. ഈ സമരം കടക്കണിയിലാകെ മാത്രമാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിൽ നമുക്ക് മാറ്റമുണ്ടാകണം. സർക്കാർ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ ഇടപെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹോട്ടലുകളുടെ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് പ്രിയപ്പെട്ട നാട്ടുകാരോടും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെ സ്ഥാനത്ത് ഞങ്ങൾ പറയുകയാണ്. ആ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെയോ പഞ്ചായത്ത് സെക്രട്ടറിയോ മുനിസിപ്പൽ ചെയർമാനോ കളക്ടർക്കോ പരാതി കൊടുത്തതുകൊണ്ട് ഒരു നേട്ടവുമില്ല. അങ്ങനെ നിങ്ങൾ പരാതി കൊടുക്കണമെങ്കിൽ ഇപ്പോഴ് ഞങ്ങളുടെ കൂടെ ഈ സമരത്തിൽ നിങ്ങൾ പങ്കാളിയാകാം. ാണ് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വരുമ്പോൾ വില കൂടിയപ്പോൾ കടയിലിരിക്കുന്ന ആൾക്കാരെയോ കച്ചവടക്കാരെയോ ബഹളമുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞങ്ങളുടെ കുടുംബവും കർഷകർ തന്നെയാണ്. സാധനങ്ങൾക്ക് വില കിട്ടണം. ഈ വില കിട്ടുമ്പോൾ ഈ പാവപ്പെട്ട ഹോട്ടലുകാരുടെ കടയില് 10 രൂപയെങ്കിലും. സമിതിയുടെ ജനറൽ സെക്രട്ടറി സത്താർ അരിക്കാടി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ KHRയുടെ രക്ഷാധികാരി അബ്ദുല്ല താജ്, പ്രിയപ്പെട്ട ഉദ്ഘാടകർ നാരായണ പൂജാരി, പ്രിയപ്പെട്ട യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ചുള്ളിക്കര, പ്രിയപ്പെട്ട മമ്മൂദ് ഫാറൂഖ്, മുഹമ്മദ് കാസർഗോഡ്, വിവിധ സംഘടനാ പ്രതിനിധികൾ, ഞങ്ങളുടെ ഏകോപന സമിതിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സഹോദരി സഹോദരന്മാരെ, KHRയുടെ ആഭിമുഖ്യത്തിൽ കുമ്പള പഞ്ചായത്തിലേക്ക് നടത്തിയ ഈ മാർച്ചിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവിടെ മുഖ്യപ്രഭാഷകൻ അതുപോലെ തന്നെ ഉദ്ഘാടനം ഒക്കെ സവിസ്തരം പറഞ്ഞു. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് അധിക പറ്റാകും ഈ വേളയിൽ നിന്നറിയാം. മറ്റൊരു ധർണയും കൂടി നടക്കാൻ പോകുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. നമുക്കറിയാം, വ്യാപാര മേഖല ഞങ്ങൾ ഏകോപന സമിതിയുടെ ആളുകളാണ്, മെമ്പർമാരാണ്. ഹോട്ടൽ അസോസിയേഷനിലെ പലരും ഈ ഏകോപന സമിതിയിലും അംഗങ്ങളാണ്. ഞങ്ങൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിയുന്നവരാണ്. വ്യാപാര മേഖല നേരിടുന്ന രൂക്ഷമായ പ്രശ്നം ചുള്ളിക്കര ഇവിടെ കൃത്യമായി വരിച്ചു. നിങ്ങൾ ഹോട്ടൽ മേഖല, ഈ മേഖലയിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ഇതിന് നേതൃത്വം നൽകുന്നത് ഇവിടത്തെ ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളാണ്. ഒരു ഹോട്ടലിൽ ഒരു റൂം എടുത്ത് അവിടെ തുടങ്ങുമ്പോൾ അതിനുവേണ്ട ലൈസൻസുകൾ, അതിനുവേണ്ട അംഗീകാരങ്ങൾ ഒക്കെ തരുന്നത്, അതിന്റെ മാതൃക ആയി നിൽക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് കച്ചവട ലൈസൻസ് ഇവിടെ അനുവദിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുവദിക്കുന്നത് കച്ചവട ലൈസൻസ് ആണ്. ഹോട്ടലുകൾക്ക് വീണ്ടും ഒരു 11 ലൈസൻസ് വേറെയും. ഞങ്ങൾക്ക് ലേബർ ലൈസൻസ്, അതുപോലെ തന്നെ സാനിറ്റേഷന്, ഫുഡ് സേഫ്റ്റി ഒക്കെ ഞങ്ങൾക്കുമുണ്ട്. ഇതൊക്കെ വെച്ച് ഞങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ ഞങ്ങളെ വീണ്ടും വീണ്ടും രാവിലെയും വൈകുന്നേരം ഓരോ ജീപ്പ് വന്ന് ചുവന്ന ബോർഡ് വെച്ച് കയറും, ഞങ്ങളെ ശല്യം ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പാർസൽ കെട്ടിക്കൊടുക്കുന്ന പ്ലാസ്റ്റിക്കും പാടില്ല എന്ന് പറഞ്ഞ് പിന്നൊരു കൂട്ടർ വരും. ഞങ്ങൾ പ്ലാസ്റ്റിക്കിന് എതിരാണ്. അത് ന്യായമായ രീതിയിൽ നിരോധിക്കാൻ ഞങ്ങൾ അത് ഞങ്ങൾ പ്ലാസ്റ്റിക് നിരോധിക്കണമെന്ന് പറയുന്നവരാണ്.